ശാന്തി. പ്രാദേശികവും ദേശീയവുമായ അനവധി ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന നമ്മുടെ ഭാരതത്തിൽ മറ്റെല്ലാ ഉത്സവങ്ങളുടെ ആഘോഷങ്ങളിൽ നിന്നും മഹാശിവരാത്രി ആഘോഷം തികച്ചും വേറിട്ടതാണ്. ആഘോഷങ്ങളിലെല്ലാം ആർഭാടം കാണുമ്പോൾ ശിവരാത്രി ഉത്സവത്തിൽ ജാഗരണം, ഉപവാസം, വ്രതാനുഷ്ഠാനങ്ങളാണ് നാം കാണുന്നത്. ശിവരാത്രി ആഘോഷം മറ്റെല്ലാ ഉത്സവങ്ങളിൽ നിന്നും വേറിട്ടതായിരിക്കുന്നതിൻ്റെ കാരണം മനസ്സിലാക്കാൻ ശിവനെക്കുറിച്ചും ശിവരാത്രിയെക്കുറിച്ചുമുള്ള ചില ആധ്യാത്മിക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സാധാരണ ക്ഷേത്രങ്ങളിൽ ദേവന്റെയോ ദേവിയുടെയോ രൂപത്തിൽ നാം ഭഗവാനെ ആരാധിക്കുമ്പോൾ ശിവക്ഷേത്രങ്ങളിൽ ശിവലിംഗ രൂപത്തിലാണ് ശിവന്റെ ആരാധന നാം നടത്തുന്നത്. ആദ്യത്തെ ശിവക്ഷേത്രം ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തില് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതിനെ കുറിച്ച് പറയുന്നത്, വിക്രമാദിത്യ രാജാവിന് ഒരു ദിവസം പൗർണമി ദിവസത്തെ നിലാവിന്റെ നിറത്തിൽ തൂവെള്ള പ്രകാശത്തിന്റെ ജ്യോതി സ്വരൂപനായ പരമേശ്വരന്റെ ദർശനം ഉണ്ടായതായും ആ ജ്യോതിയെ എപ്പോഴും കാണുന്നതിന് വേണ്ടി വജ്രം കൊണ്ട് അണ്ഡാകൃതിയിൽ ശിവലിംഗം നിർമ്മിച്ച് ശിവപ്രതിഷ്ഠ നടത്തിയതായിട്ടും പറയപ്പെടുന്നു. ജ്യോതിർലിംഗ പൂജയിൽ നാം മനസ്സിലാക്കേണ്ടത്, ശിവ ജ്യോതിർലിംഗം എന്നറിയപ്പെടുന്ന ശിവലിംഗങ്ങൾ സർവേശ്വരനായ പരമേശ്വരന്റെ, പരമാത്മാ പിതാവിന്റെ ഓർമ്മ ചിഹ്നങ്ങളാണ്. ശിവ ജ്യോതിർലിംഗം ആ നാമധേയത്തിൽ നിന്ന് തന്നെ ഭഗവാന്റെ ജ്യോതി സ്വരൂപത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശിവൻ അർത്ഥം മംഗളകാരി, ജ്യോതി അർത്ഥം പ്രകാശം, ലിംഗം അർത്ഥം അടയാളം അഥവാ രൂപം. അതായത് ശിവന്റെ അടയാളം, മംഗളകാരിയായ ഈശ്വരന്റെ അടയാളം ജ്യോതിയാണ്. ആ ജ്യോതിസിനെ അടയാളമാക്കിയിട്ടാണ്, ആ ജ്യോതിസിനെ പൂജ ചെയ്യാനുള്ള സൗകര്യാർത്ഥമായിട്ടാണ് നാം ജ്യോതിർലിംഗ രൂപത്തിൽ പൂജിക്കുന്നത്. തെക്കേ ഇന്ത്യയിൽ നാം ശിവലിംഗങ്ങൾ എന്ന് പറയും, വടക്കേ ഇന്ത്യയിൽ ജ്യോതിർലിംഗങ്ങൾ എന്ന് പറയും. യഥാർത്ഥത്തില് ജ്യോതിർലിംഗങ്ങളെല്ലാം ആദ്യകാലത്ത് നിർമ്മിച്ചിരുന്നത് വജ്രം കൊണ്ടും സ്ഫടികം കൊണ്ടുമായിരുന്നു. എന്നാൽ പിന്നീട് വജ്രനിർമ്മിതമായ, സ്ഫടിക നിർമ്മിതമായ ജ്യോതിർലിംഗങ്ങൾ കൊള്ളയടിക്കപ്പെട്ടതിന് ശേഷമാണ് ശിവക്ഷേത്രങ്ങളിൽ ശിലകളിൽ ജ്യോതിർലിംഗങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ശിവലിംഗം പൂജ സൗകര്യാർത്ഥം നമ്മൾ വെച്ചിരിക്കുമ്പോൾ ആ ജ്യോതിർലിംഗങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ജ്യോതി സ്വരൂപനായ, പ്രകാശ സ്വരൂപനായ സർവേശ്വരനെയാണ്. ആ ജ്യോതിസിനെ പൂജിക്കാൻ അഥവാ ആരാധിക്കാനുള്ള കാരണം, നമ്മൾ ജീവാത്മാക്കൾക്ക്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവിന് പരമാത്മാവാകുന്ന പിതാവുമായിട്ടാണ് ബന്ധം. അതുകൊണ്ടാണല്ലോ ഈശ്വരനെ നാം ത്വമേവ മാതാശ്ച പിതാ ത്വമേവ എന്ന് പാടി മഹിമകൾ, കീർത്തനങ്ങളിലൂടെ വാഴ്ത്തുന്നത്. ഈ കീർത്തനങ്ങളിലൂടെ വാഴ്ത്തുന്ന സർവേശ്വരന്റെ മഹിമയിൽ നമുക്ക് മനസ്സിലാക്കാം, പരമാത്മാ, ശിവ പരമാത്മാവ്, ജ്യോതി സ്വരൂപനായ പരമേശ്വരൻ നമ്മളെല്ലാ ആത്മാക്കൾക്കും മാതാവും പിതാവുമാണ്. ആ ജ്യോതി സ്വരൂപനെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിപുരാതന ക്ഷേത്രങ്ങളെല്ലാം തന്നെ ശിവക്ഷേത്രങ്ങളായി നിർമ്മിക്കപ്പെടാനും അവിടെയെല്ലാം ജ്യോതിസിനെ ഓർമ്മിപ്പിക്കാൻ ജ്യോതിർലിംഗങ്ങൾ പ്രതിഷ്ഠിക്കാനുമുള്ള കാരണം. ശിവക്ഷേത്രങ്ങളിലെ ആരാധനയും പൂജാക്രമങ്ങളും എല്ലാം തന്നെ മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണല്ലോ. ഇപ്പോൾ നമുക്ക് ശിവപൂജയിലെ ആ പ്രത്യേകതകളെ കുറിച്ച് മനസ്സിലാക്കാം. ഭാരതം ആധ്യാത്മിക സ്രോതസ് വറ്റാത്ത പുണ്യഭൂമിയാണ്. ഇവിടെ ജീവിക്കുന്ന നാം ഓരോരുത്തരും ഈ ആത്മീയ തേജസ്സിനെ സ്വയം വഹിക്കേണ്ടവരുമാണ്. ഭാരതത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് ശിവപൂജയിലാണ്. പ്രാചീന കാലം മുതൽ നമ്മൾ ശിവപൂജ ചെയ്തു വരുന്നു. എന്നാൽ ഈ ആരാധന എന്തിനാണ് ചെയ്യുന്നത്? ഈ കർമ്മങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളെയും അവയുടെ ആധ്യാത്മികപരമായ
ജ്ഞാനമുത്തുക്കളെയും മനസ്സിലാക്കുന്നുണ്ടോ? തുള്ളി തുള്ളിയായി ശിവലിംഗത്തിനുമേൽ അഭിഷേകം ചെയ്യുന്ന ധാര എന്താണെന്ന് നമുക്ക് സത്യമായി അറിയാമോ? അതിന്റെ അർത്ഥം ഇതാണ്: നമ്മുടെ മനസ്സിൽ സദാ പരമാത്മാവിന്റെ ഓർമ്മയുണ്ടായിരിക്കണം. അങ്ങനെ നിരന്തരമായ ഓർമ്മയിലൂടെ ആത്മാക്കളായ നാം ഈശ്വരീയ ശക്തികളാലും ഗുണങ്ങളാലും നിറയണം. ശാന്തിയുടെ കുളിർമ അനുഭവിക്കണം. ശിവലിംഗത്തിനുമേൽ അഭിഷേകം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന പാല്, തൈര്, തീർത്ഥം മുതലായവ കള്ളവും കാപട്യവുമില്ലാത്ത മനസ്സ് ഭഗവാന് സമർപ്പിക്കുന്നതിന്റെ പ്രതീകമാണ്. സാധാരണയായ അരളിപ്പൂവ്, കൂവളത്തില മുതലായവ ശിവലിംഗത്തിനു മുകളിൽ അർച്ചന ചെയ്യുന്നതിന്റെ അർത്ഥമെന്തെന്നാൽ, നാം നമ്മുടെ ദുർഗുണങ്ങളെയും മോശമായ സ്വഭാവ സംസ്കാരങ്ങളെയും ഒന്നൊന്നായി പതിതപാവനായി വിളങ്ങുന്ന ഭഗവാന് സമർപ്പിക്കണം എന്നതാണ്. ശിവലിംഗത്തിനുമേൽ ചാർത്തുന്ന 3 ഭസ്മക്കുറികൾ, മധ്യഭാഗത്ത് തൊടുന്ന കുങ്കുമപ്പൊട്ട് എന്നിവയുടെ അർത്ഥം: ശിവപരമാത്മാവ് ബ്രഹ്മാവ്, വിഷ്ണു, ശങ്കരൻ എന്നീ ത്രിമൂർത്തികളുടെയും നാഥനാകുന്നു എന്നതാണ്. ഈ 3 പേരിലൂടെ പുതിയ ലോകമായ സത്യയുഗത്തിന്റെ സൃഷ്ടി, സത്യയുഗത്തിന്റെ പരിപാലന, പഴയ തമോപ്രധാനമായ കലിയുഗത്തിന്റെ വിനാശം എന്നിവ ചെയ്യുന്നു. പരമാത്മാവിനെ ആംഗല ഭാഷയിൽ ഗോഡ് എന്നു പറയുന്നു. ജി എന്നാൽ ജനറേഷൻ, അതായത് സൃഷ്ടി. ഓ എന്നാൽ ഓപ്പറേഷൻ, അതായത് പരിപാലന. ഡി എന്നാൽ ഡിസ്ട്രക്ഷൻ, അതായത് വിനാശം. ഭാരതത്തിലെ അതിപുരാതനമായ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഭാരതത്തിന്റെ നാനാകോണുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് വിശ്വപ്രസിദ്ധമായി തീർന്ന 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ ദർശന പുണ്യത്തെക്കുറിച്ച് നാം എല്ലാവരും ബോധവാന്മാരാണല്ലോ. ഈ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയെല്ലാം നാം മനസ്സിലാക്കുന്നത് ഈശ്വരന്റെ, പരമേശ്വരന്റെ, ശിവപരമാത്മാവിന്റെ ദിവ്യമായ കർത്തവ്യത്തെക്കുറിച്ചും പരമേശ്വരന്റെ ഗുണങ്ങളുടെ മഹിമകളെക്കുറിച്ചും അതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. സോമനാഥ ക്ഷേത്രം വിക്രമാദിത്യ രാജാവിന് ജ്യോതിസിന്റെ ദർശനം കിട്ടിയതിനു ശേഷം ആ ജ്യോതിസിനെ ഓർമ്മിക്കാൻ വേണ്ടി ജ്യോതിസ്വരൂപനായ പരമപ്രകാശ സ്വരൂപമായ സർവേശ്വരനെ ഓർമ്മിക്കാൻ അദ്ദേഹം വജ്രം കൊണ്ട് ജ്യോതിർലിംഗം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ച ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം, അതേപോലെ കാശി വിശ്വനാഥ ക്ഷേത്രം, വിശ്വനാഥൻ ആ ശബ്ദത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മുഴുവൻ വിശ്വത്തിന്റെ, പ്രപഞ്ചത്തിന്റെ നാഥനാണ് പരമേശ്വരൻ, ശിവൻ. ശിവഭഗവാൻ വിശ്വനാഥനാണ്. അർത്ഥം എന്താണ്? സർവാത്മാക്കൾക്കും പിതാവാണ്. ശരീരം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ജാതിയുടെ, മതത്തിന്റെ, നിറത്തിന്റെ, സ്ത്രീ പുരുഷ പ്രായഭേദ രാജ്യഭേദങ്ങളെല്ലാം ശരീരം കൊണ്ട് നമുക്കുണ്ട്. പക്ഷെ എല്ലാ ശരീരത്തിലും കുടികൊള്ളുന്ന ജീവൻ അല്ലെങ്കിൽ പ്രാണൻ, ആത്മാവ് ചേതനയാണ്, ചൈതന്യമാണ്. ആ ചൈതന്യ ശക്തിയായ ആത്മാക്കളുടെ നാഥനാണ് പരമാത്മാ. അതായത് ആത്മാവിനാണ് പരമാത്മാവുമായി ബന്ധം. ശരീരത്തിന് മാതാപിതാവ് ഉള്ളതുപോലെ ആത്മാവിന്റെ മാതാപിതാവാണ് സർവേശ്വരൻ, ശിവപരമാത്മാവ്, ജ്യോതിസ്വരൂപൻ. അതിനാൽ പരമേശ്വരൻ, പരമാത്മാവാകുന്ന ശിവഭഗവാൻ സർവാത്മാക്കൾക്കും, അതായത് സർവധർമ്മത്തിൽപ്പെട്ടവർക്കും, ഈ വിശ്വത്തിൽ എത്ര കോടി ജനങ്ങളുണ്ടോ ആ 700 കോടി ജീവാത്മാക്കളിലെയും ആത്മാക്കളുടെ അച്ഛനും അമ്മയുമാണ് പരമാത്മാ. അതുകൊണ്ടാണ് വിശ്വനാഥൻ എന്ന് പറയണേ. വിശ്വനാഥൻ പരമാത്മാവായതുകൊണ്ടാണ് ആ പരമാത്മാവിന്റെ മക്കൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മളെല്ലാവരും ആത്മീയ സഹോദരങ്ങളാണ്, ആത്മബന്ധുക്കളാണ്. അതേപോലെ സോമനാഥൻ അർത്ഥം എന്താണ്? സോമരസം മാനവന് പ്രദാനം ചെയ്തു. സോമരസ അർത്ഥം ജ്ഞാനമാകുന്ന അമൃത്. ജ്ഞാനമാകുന്ന അമൃത് നൽകി. കാരണം ജ്ഞാനസാഗരനാണ് പരമാത്മാ. വൈദ്യനാഥൻ ശിവഭഗവാന്റെ മഹിമയുണ്ട്. അർത്ഥം സുപ്രീം സർജൻ, വൈദ്യന്മാരുടെയും നാഥൻ, ഡോക്ടർമാരുടെയും ഡോക്ടർ.
എന്തുകൊണ്ടെന്നാൽ ശരീരത്തിന് ചികിത്സിക്കാൻ ഇന്ന് ഡോക്ടർമാരുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനുള്ള ചികിത്സ അശാന്തിയും ദുരിതങ്ങളും മാനസിക സംഘർഷങ്ങളും കൊണ്ട് മനുഷ്യ മനസ്സുകൾ വീർപ്പുമുട്ടുന്ന സമയത്ത് ദുഃഖത്തെ ഹരിച്ച് സുഖത്തെ നൽകുന്ന വൈദ്യനാഥൻ, നമ്മുടെ എല്ലാവരുടെയും ദുഃഖത്തെ സ്വീകരിച്ച് സുഖം നൽകുന്ന ആ പരംപിത പരമാത്മാ വൈദ്യന്മാരുടെ നാഥനാണ്. അതുകൊണ്ടാണ് എല്ലാ ഡോക്ടേഴ്സും പറയണേ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം, ഇനി നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അപ്പൊ ആ ഡോക്ടറുടെയും നാഥനാണ് പരമാത്മാ. ഇപ്രകാരം 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശ്വരന്റെ ശിവപരമാത്മാവിന്റെ ഓരോ പേരുകളും ആ ജ്യോതി സ്വരൂപനായ പരമാത്മാ ഈ സൃഷ്ടിയിൽ മനുഷ്യാത്മാക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാവായ സർവേശ്വരൻ ചെയ്ത ദിവ്യ കർത്തവ്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളും. പക്ഷേ ഒരു ജന്മത്തില് നമുക്കെല്ലാവർക്കും ഈ 12 സ്ഥലങ്ങളും സന്ദർശിച്ച് ഒരുപക്ഷെ ഈ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളെല്ലാം കാണാനും അവയുടെ ദർശനം, പുണ്യം, അതിൻ്റെ സായുജ്യം അടയാനുമുള്ള സൗഭാഗ്യം ഒരുപക്ഷെ എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. അതിനാലാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ഭാരതമെമ്പാടും ഈ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ പ്രദർശനി മേള, ആധ്യാത്മിക മേളയുടെ രൂപത്തില് ഭാരതമെമ്പാടും ഈ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ പ്രദർശനി ഒരു മേൽക്കൂരയ്ക്ക് താഴെ ഈ 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃക ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ഭക്തർക്കും സായുജ്യം നൽകുന്ന ഈ പ്രോഗ്രാം നാടെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും ഈ 12 ജ്യോതിർലിംഗ ആധ്യാത്മിക മേള നടന്നുകൊണ്ടിരിക്കുന്നു. ആ മേളയുടെ അല്പഭാഗങ്ങൾ നമുക്ക് ദർശിക്കാം. കാരിരുമ്പിനോളം കട്ടിയുള്ള മനസ്സുപോലും നെയ്യുപോലെയുരുകുന്ന ശിവസന്നിധാനം, കറുത്തിരുണ്ട തിന്മയുടെ കാർമേഘങ്ങൾക്കിടയിലും ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഈ ദിവ്യ സന്നിധാനം, ഭാരതത്തിന്റെ പൈതൃകവും തനിമയും കാത്തുസൂക്ഷിക്കുവാൻ തലയെടുപ്പോടെ നിൽക്കുന്ന 12 മഹേശ്വര വിസ്മയങ്ങൾ, 12 ജ്യോതിർലിംഗങ്ങൾ. മനുഷ്യജന്മത്തിൽ ലഭ്യമാകുന്ന പരമോന്നതമായ പുണ്യം, അതാണ് ഈ 12 ജ്യോതിർലിംഗ ദർശനം. ഹിമമണിഞ്ഞു നിൽക്കുന്ന വടക്കൻ മഹാപർവ്വതം മുതൽ അലതല്ലിത്തിമിർക്കുന്ന തെക്കൻ മഹാസമുദ്രം വരെ പലയിടങ്ങളിലായി ഈ പ്രഭാമയ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഭാരത പൈതൃകം വിളിച്ചോതുന്ന പൗരാണിക പ്രസക്തിയുള്ള മഹാക്ഷേത്രങ്ങൾ, ഗുജറാത്തിലെ സൗരാഷ്ട്രയിൽ നിലകൊള്ളുന്ന സോമനാഥൻ, ജാർഖണ്ഡിലെ വൈദ്യനാഥൻ, ഉത്തർപ്രദേശിലെ കാശി വിശ്വനാഥൻ, ഗുജറാത്തിലെ നാഗേശ്വരൻ, ഹിമാലയത്തിലെ കേദാരനാഥൻ, ആന്ധ്രാപ്രദേശിലെ മല്ലികാർജുനൻ, ഉജ്ജയിനിയിലെ മഹാകാലേശ്വരൻ, മധ്യപ്രദേശിലെ ഓംകാരേശ്വരൻ, മഹാരാഷ്ട്രയിലെ ഭീമാശങ്കരൻ, കൃഷ്ണേശ്വരൻ,
ത്രയംബകേശ്വരൻ എന്നീ 3 ക്ഷേത്രങ്ങൾ, തമിഴ്നാട്ടിലെ രാമേശ്വരൻ എന്നിവയാണ് ഈ 12 വിസ്മയ തീർത്ഥ കേന്ദ്രങ്ങൾ. ബ്രഹ്മകുമാരീസിന്റെ 12 ജ്യോതിർലിംഗ ദർശനം ഓരോ പ്രദേശങ്ങളിലും 5 ദിവസം നീണ്ടു നിൽക്കുന്ന ദർശന വിസ്മയമൊരുക്കുന്ന ഒരു ദൈവ കാരുണ്യം തന്നെയാണ്. അനാഥത്വവും അരക്ഷിതത്വ ബോധവും അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖിതരും നിരാശരുമായ ഭക്ത മനസ്സുകളിൽ നിന്ന് പ്രത്യാശയുടെ ആനന്ദ കണ്ണീരൊഴുക്കിച്ച മഹായജ്ഞം. ജ്യോതിർലിംഗങ്ങളുടെ ദർശനം ചെയ്ത ജനലക്ഷങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്നകറ്റുവാനാകാതെ ഓർമ്മയുടെ ചെപ്പിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു ഈ ദിവ്യാനുഭവം. ഭൂമിയിൽ പ്രത്യക്ഷമായിരിക്കുന്ന ധർമ്മത്തിന്റെ തേജസ്. ഇവിടെ അർഹതയുള്ളവർക്ക് ആ പ്രകാശം തീർച്ചയായും ലഭ്യമാകുന്നു. പ്രപഞ്ചത്തിന്റെ മുഴുവൻ പിതാവായ ദിവ്യ ജ്യോതിസിനെ ആരാധിക്കുവാനായി ദ്വാപരയുഗത്തിൽ പ്രതിഷ്ഠിച്ച 12 ജ്യോതിർലിംഗങ്ങൾ യഥാർത്ഥ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ചെന്നു കാണാനാകാത്ത ജനകോടികൾക്ക് സമരൂപത്തിൽ നിർമ്മിച്ച ഈ ദിവ്യ ജ്യോതിർലിംഗങ്ങൾ യഥാർത്ഥത്തിൽ മഹാഭാഗ്യമാണ് നൽകുന്നത്. ഈ മഹാഭാഗ്യം നമുക്ക് നൽകിയ പരംപിത പരമാത്മാവിനും പരമാത്മാവിന്റെ വിശ്വവിദ്യാലയത്തിനും ഉള്ളു തുറന്ന് കൃതജ്ഞത നേരാം. ശിവഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കടന്നു വരുന്നത് 2 ചിത്രങ്ങളാണ്. ഒന്ന് ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിക്കുന്ന ശിവലിംഗ രൂപം, മറ്റൊന്ന് ധ്യാനനിരതനായിരിക്കുന്ന ശ്രീ ശങ്കരന്റെ ചിത്രം. ശാസ്ത്രങ്ങളിൽ പറയാറുണ്ട് ശിവശങ്കരൻ, ശിവനും ശങ്കരനും. അതായത് ലക്ഷ്മി നാരായണൻ, രാധാകൃഷ്ണൻ എന്നെല്ലാം പറയുന്നത് പോലെ രാധയും കൃഷ്ണനും 2 പേരാണല്ലോ. അതേപോലെ ലക്ഷ്മിയും നാരായണനും 2 പേരെയും ചേർത്താണ് ലക്ഷ്മി നാരായണൻ എന്ന് പറയുന്നത്. അതേപോലെ ശിവശങ്കരൻ എന്ന സങ്കല്പം ശിവനും ശങ്കരനും എന്നതാണ്. അതായത് ശിവൻ വേറെ, ശങ്കരൻ വേറെ. ശിവൻ ആരാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ശിവൻ അർത്ഥം ജ്യോതി സ്വരൂപനായ, അതായത് ഭഗവാൻ പ്രകാശരൂപനായ ഭഗവാനെയാണ് മംഗളകാരി എന്ന അർത്ഥത്തിൽ ശിവൻ എന്ന് വിളിക്കുന്നത്. ആ ജ്യോതി സ്വരൂപത്തെയാണ് ശിവലിംഗ രൂപത്തിൽ നാം ആരാധിക്കുന്നത്. എന്നാൽ ശ്രീ ശങ്കരൻ ആരാണ്? ശ്രീ ശങ്കരന്റെ ചിത്രം നിങ്ങൾ എപ്പോഴും കാണാറുണ്ട്. പകുതി അടഞ്ഞ കണ്ണുകൾ കാണിക്കുന്നത് തന്നെ ധ്യാനത്തെയാണ്, തപസ്സിനെയാണ്. തപസ്വി രൂപമാണ് ശ്രീ ശങ്കരൻ്റേത്. അതുമാത്രമല്ല, ശ്രീ ശങ്കരന് മുന്നിൽ എപ്പോഴും ശിവലിംഗത്തെ നമുക്ക് കാണാം. അതായത് ശ്രീ ശങ്കരനും ശിവനെ ധ്യാനിക്കുകയാണ്. ശിവനർത്ഥം ജ്യോതി സ്വരൂപനായ പരമേശ്വരനെ, പരമാത്മാ പിതാവിനെ ധ്യാനിക്കുന്ന തപസ്വിയാണ് ശങ്കരൻ. അതായത് ശങ്കരൻ യോഗിയാണ്, തപസ്വിയാണ്. ശിവൻ ഭഗവാനാണ്, യോഗേശ്വരനാണ്. അതായത് നമ്മളെല്ലാവരും ഭക്തരാണ്. അപ്പൊ ഭക്തരായ നമ്മുടെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ ശ്രീ ശങ്കരൻ. അപ്പൊ ഭക്തരായ നമ്മളും ഭഗവാനായ ശിവൻ, ഭഗവാൻ ജ്യോതി സ്വരൂപനാണ്. അപ്പൊ ജ്യോതി സ്വരൂപനായ പരമാത്മാ ഭഗവാനും നമ്മളെല്ലാ ജീവാത്മാക്കളും ഭക്തരുമാണ്. ശ്രീ ശങ്കരൻ യഥാർത്ഥത്തിൽ ഭക്തരുടെ പ്രതീകാത്മകമായ ചിത്രീകരണമാണ്. അതിനാലാണ് ശ്രീ ശങ്കരൻ ഒരു കർമ്മയോഗിയുടെയും കൂടി പ്രതീകമാണ്. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും, ശ്രീ ശങ്കരനോടൊപ്പം ശ്രീ പാർവതിയെയും അതേപോലെ കുട്ടികളായിട്ട് ശ്രീ ഗണേശനെയും ബാലമുരുകനെയും എല്ലാം കാണിക്കാറുണ്ട്. അതായത് ഗൃഹസ്ഥത്തിലിരുന്നു കൊണ്ട് ഒരു കർമ്മയോഗി ജീവിതം എങ്ങനെ ജീവിക്കണം, അതാണ് ശരിക്കും ശ്രീ ശങ്കരനിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ആ ചിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഗൃഹസ്ഥത്തിലിരുന്നുകൊണ്ട് എങ്ങനെ കർമ്മയോഗിയായിട്ട് ജീവിക്കാം. ഗൃഹസ്ഥത്തിലിരിക്കെ ഒരു ഭക്തന് കർമ്മയോഗിയായി ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ തലയിലേക്ക് ഗംഗ വരണം, ജ്ഞാനഗംഗ. അതാണ് ശ്രീ ശങ്കരന്റെ തലയിൽ സദാ ജടയിലുള്ളത് ഗംഗയാണ്. ഗംഗ അർത്ഥം ഒരു നദിയെ തലയിൽ വെക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗംഗ അർത്ഥം തലയിലിരിക്കുന്ന ഗംഗ ജ്ഞാനഗംഗയാണ്. ആത്മജ്ഞാനം, പരമാത്മജ്ഞാനം, ജീവിതത്തിന്റെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ചുള്ള അറിവ്,
ആ ആധ്യാത്മിക ജ്ഞാനമാകുന്ന ഗംഗ നമ്മുടെ ബുദ്ധിയിലേക്ക്, തലയിലേക്ക് അർത്ഥം ബുദ്ധിയിലേക്ക് വരണം. ആത്മജ്ഞാനം ലഭിക്കുമ്പോഴേ നമുക്ക് മൂന്നാം കണ്ണ് തുറക്കാൻ കഴിയും. അതുകൊണ്ടാണ് ശ്രീ ശങ്കരന്റെ ഭ്രൂമധ്യത്തില്, ഇരുപുരികങ്ങൾക്ക് മധ്യത്തിൽ ഒരു കണ്ണ് കാണിക്കുന്നുണ്ട്. തൃക്കണ്ണ്, അർത്ഥജ്ഞാനക്കണ്ണ്, അറിവിന്റെ നേത്രം, ആത്മനേത്രം. അപ്പൊ ജ്ഞാനം നമുക്ക് ബുദ്ധിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാം കണ്ണ് തുറക്കും. അതായത് ഞാൻ ആത്മാവാണെന്ന തിരിച്ചറിവ് നമുക്ക് വരണം. ആ മൂന്നാം കണ്ണ് തുറന്നാലേ ആത്മജ്ഞാനം സിദ്ധിക്കുന്ന ഒരു കർമ്മയോഗിക്ക് മാത്രമേ കർമ്മക്ഷേത്രത്തിൽ ജീവിക്കുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണം ഉണ്ടാകുള്ളൂ. അതുകൊണ്ടാണ് ശ്രീ ശങ്കരന്റെ കഴുത്തില് എല്ലാ ആഭരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത് പാമ്പിനെയാണ്. പാമ്പിനെ ആധ്യാത്മികതയിൽ ചിത്രീകരിക്കുന്നത് വിഷത്തെ പ്രതിനിധാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പാമ്പർത്ഥം വിഷയവികാരങ്ങള്, അതായത് എല്ലാ ദുർവികാരങ്ങളും, കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, അസൂയ, ആലസ്യം തുടങ്ങി എല്ലാ ദുർവികാരങ്ങളുടെയും പ്രതീകമാണ് പാമ്പ്. അപ്പൊ ഈ ദുർവികാരങ്ങളുടെ മേലെ നമുക്ക് ഓരോരുത്തർക്കും നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ അതാണ് പാമ്പിനെ ആഭരണമാക്കുക. അർത്ഥം വികാരങ്ങളുടെ മേലെ നിയന്ത്രണം, വികാരങ്ങളെ അധീനമാക്കുക. അപ്പൊ കർമ്മക്ഷേത്രത്തില്, ഈ കലിയുഗ ലോകത്തില് നമ്മൾ ഓരോരുത്തരും കുടുംബത്തിൽ ജീവിക്കുമ്പോൾ വികാരങ്ങൾക്ക് വശീഭൂതമാകാതെ നമുക്ക് കർമ്മക്ഷേത്രത്തിൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്ത് ജീവിതം സാഫല്യപൂർണമാക്കി മാറ്റണമെങ്കിൽ യോഗിയായിട്ട് ജീവിക്കണം, കർമ്മയോഗിയാകണം. യോഗി അർത്ഥം തപസ്വി ജീവിതം, ശുദ്ധമായ ജീവിതം, തപസ്സിന്റെ ശക്തി, ധ്യാനത്തിന്റെ ബലം വേണം. യോഗി ജീവിതം, പവിത്ര ജീവിതത്തിന്റെ ബലം വേണം. ആ ബലത്തിലൂടെ മാത്രമേ നമുക്ക് വികാരങ്ങളുടെ മേലെ നിയന്ത്രണം നേടാൻ കഴിയുകയുള്ളൂ. യഥാർത്ഥത്തില് നമുക്ക് ഓരോരുത്തർക്കും ശ്രീ ശങ്കരനെ പോലെയുള്ള തപസ്വികളായിട്ട് മാറി ശിവനെ ധ്യാനിക്കണം. അതായത് നമ്മളോരോ ഭക്തരുമാണ് ശ്രീ ശങ്കരൻ. അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ എപ്പോഴും ശ്രീകോവിലിന് പുറത്താണ് ശ്രീ ശങ്കരന്റെ ചിത്രം നമ്മൾ കാണുന്നത്. അതായത് പുറത്തു നിൽക്കുന്ന നമ്മൾ ഭക്തര് ശിവനെ എങ്ങനെ ധ്യാനിക്കണം, ശിവനുമായിട്ടുള്ള ഭക്തന് ഒരു ഭഗവാനുമായിട്ടുള്ള സംബന്ധം ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതാണ് ശ്രീ ശങ്കരന്റെ ചിത്രത്തിലൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ശ്രീശങ്കരൻ മാത്രമല്ല ശിവനെ ധ്യാനിക്കുന്നത്. എല്ലാ ചിത്രങ്ങളും ഭക്തിയിൽ നാം പരിശോധിച്ചു നോക്കൂ, എല്ലാ ദേവന്മാരും ശിവനെ ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശിവനെ ദേവാദിദേവൻ, മഹാദേവൻ എന്ന് വിളിക്കുന്നത്. രാമേശ്വര ക്ഷേത്രം തന്നെ നോക്കൂ, ശ്രീരാമൻ രാവണ യുദ്ധത്തിന് മുമ്പ് ശ്രീരാമൻ ശിവലിംഗത്തെ പൂജിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ ശ്രീരാമനും ശിവലിംഗത്തെ പൂജിക്കുന്നു. ഗോപേശ്വരത്ത് ശ്രീകൃഷ്ണനും ശിവലിംഗത്തെ പൂജ ചെയ്യുന്നുണ്ട്. അതേപോലെ നാം നോക്കുകയാണെങ്കിൽ ഗണേശൻ എപ്പോഴും ശ്രീ ഗണപതി ശിവലിംഗത്തെ ആലിംഗനം ചെയ്യുന്ന ചിത്രമാണ് നാം കണ്ടിട്ടുള്ളത്. ശ്രീ പാർവതിയും ശിവപൂജ ചെയ്യുന്നത്, ശിവലിംഗ പൂജ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ദേവന്മാരും ദേവിമാരും ശിവനെ പൂജിക്കണു. വിഷ്ണുവും അനന്തശയനത്തില് കിടന്നുകൊണ്ട് ഒരു കൈയിൽ ശിവലിംഗത്തില് പുഷ്പാർച്ചന നടത്തുന്നതായിട്ടാണ് നാം കാണുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാ ദേവന്മാരും ശിവലിംഗത്തെ പൂജിക്കുന്നുണ്ട്. അർത്ഥം ദേവന്മാരുടെ കൂടി ദേവൻ, അതായത് ദേവാത്മാക്കൾക്കും മാതാപിതാ പരമേശ്വരനാണ്. ജ്യോതി സ്വരൂപനായ പരമാത്മ നമ്മൾ സർവാത്മാക്കൾക്കും മാതാപിതാവാണ്. ശിവരാത്രി ശരിക്കും ഈ കാലഘട്ടത്തെ, രാത്രി എന്ന ശബ്ദം കൊണ്ട് ഒരു കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യണം. ഇപ്പോൾ വിശ്വാസം അനുസരിച്ച് നമുക്കറിയാമല്ലോ, ശിവരാത്രി ആഘോഷത്തിൽ എന്താ പറയണത്? ശിവഭഗവാന്റെ ദിവ്യ അവതരണം കൂരിരുട്ടിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. രാത്രിയിൽ ശിവഭഗവാൻ വരുന്നു. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഭൂമി മുഴുവൻ കൂരിരുട്ടിലാവുന്ന ഒരവസ്ഥ എപ്പോഴും ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഒരു സ്ഥലത്ത് ഭൂമി കറങ്ങണതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഒരു ഭാഗത്ത് വെളിച്ചമുള്ളപ്പോൾ ഒരു ഭാഗം ഇരുട്ടിലാകും. അതായത് മുഴുവൻ ലോകവും, ഭൂമി മുഴുവൻ ഇരുട്ടിലാകുന്ന ഒരു ദിവസം ഇല്ല, ഒരു സമയത്ത് ഇരുട്ടിലാകുന്നില്ല. അപ്പോൾ ആ രാത്രി എന്ന ശബ്ദം തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നതിന് പിന്നിൽ ചില ആധ്യാത്മിക രഹസ്യമുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ ഇരുട്ടിലായിരിക്കുന്ന സമയം ഈ വർത്തമാന കാലഘട്ടമാണ്. കലിയുഗത്തിലെ ഘോര അന്ധകാരത്തെ കാണിക്കുകയാണ്. ഇരുട്ടെവിടെയാണ്? ഭൂമിയിലെ ഇരുട്ടർത്ഥം ഭൂമിയിലുള്ളത് നമ്മൾ മനുഷ്യരാണ്. മനുഷ്യ മനസ്സുകൾക്കുള്ളിലെ ഇരുട്ടാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിന്റെ അന്ധകാരമാണ്. ഏതജ്ഞാനം? നമുക്ക് സ്വയത്തെ അറിയുന്നില്ല. ആത്മജ്ഞാനത്തിന്റെ അഭാവമാണ് അന്ധകാരം.
പരമാത്മജ്ഞാനത്തിന്റെ തിരിച്ചറിവിന്റെ അഭാവമാണ് അന്ധകാരം. ജീവിതം എങ്ങനെ ജീവിക്കണം, കർമ്മയോഗി ജീവിതത്തിന്റെ തിരിച്ചറിവിന്റെ അഭാവമാണ് അന്ധകാരം. ആ ഇരുട്ടാണ് നമുക്ക് ദുഃഖം നൽകുന്നത്, അശാന്തി നൽകുന്നത്, സംഘർഷഭരിതമായ ജീവിതം സമ്മാനിച്ചിരിക്കുന്നത്. അപ്പൊ ഈ അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ പെട്ട് ഉഴലുന്ന നമുക്ക് വീണ്ടും അറിവിന്റെ വെളിച്ചവുമായിട്ട് ജ്ഞാനസൂര്യനായ പരമാത്മാ ദിവ്യ അവതരണം ചെയ്യുന്ന സമയം ഈ കൽപ്പാന്തകാലമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഞാൻ വരും, ഭാരതഭൂമിയിൽ വരും. അപ്പൊ തീർച്ചയായിട്ടും ശിവഭഗവാൻ, പരമാത്മാ പിതാ, സർവേശ്വരൻ, ആ പരമജ്യോതി സ്വരൂപന്റെ ദിവ്യ കർത്തവ്യ സൃഷ്ടിയിൽ നടക്കുന്ന സമയം, ഭഗവാൻ ഈ സൃഷ്ടിയിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് തന്നെയാണ്. പരമാത്മാ ഈ സൃഷ്ടിയിൽ വന്നിട്ടുണ്ട്. ഭഗവാന്റെ ദിവ്യ കർത്തവ്യം ഗുപ്ത രൂപത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരമാത്മാവിന്റെ ആ ദിവ്യ കർത്തവ്യം നടക്കുന്ന ഈ കൽപ്പാന്ത കാലമാണ്. അതുകൊണ്ടാണ് യുഗം 4 നല്ലു കലിയുഗം എന്ന് പറയണേ. കലിയുഗത്തിന്റെ നന്മ എന്താണ്? ഭഗവാന്റെ ദിവ്യ അവതരണ സമയമാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തില് ശിവരാത്രി കാലഘട്ടമാണിത്. ഇപ്പോഴാണ് നമുക്ക് ജാഗരണം ചെയ്യേണ്ടത്. ജാഗരണാർത്ഥം ജാഗ്രത അവസ്ഥ അതെപ്പോഴും ഉണ്ടാകണം. വർഷത്തിൽ ഒരു ദിവസം ശിവരാത്രി നാളിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ ദിനങ്ങളിലും എല്ലാ നിമിഷങ്ങളിലും നമുക്ക് ജാഗ്രത അവസ്ഥ വേണം. ജാഗ്രത അവസ്ഥാർത്ഥം ഉത്തിഷ്ഠത ജാഗ്രത എന്നല്ലേ പറയണേ, ഉണർവ്, ആത്മബോധത്തിന്റെ ഉണർവ്, അത് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകണം. കാരണം ആത്മബോധത്തിന്റെ ഉണർവുണ്ടെങ്കിൽ മാത്രമേ ഉപവാസം ചെയ്യാൻ പറ്റൂ. ആത്മബോധത്തിലിരുന്നാലേ ഉപവസിക്കുക, അർത്ഥം കൂടെ വസിക്കുക. ആരുടെ കൂടെ? സർവേശ്വരന്റെ കൂടെ. ആ ജ്ഞാനസൂര്യ ഉദയം നടന്നിരിക്കുന്ന ഈ സമയത്ത് ആ ദിവ്യ ജ്യോതി സ്വരൂപനായ പരമാത്മാവിനോടൊപ്പം ജീവിക്കേണ്ട, സർവശക്തിവാനെ കൂടെ വെച്ച് ഈശ്വരീയ നിർദ്ദേശപ്രകാരം ജീവിക്കേണ്ട സമയമാണിത്. 1000 ഏകാദശിക്ക് സമാനം അരശിവരാത്രി എന്ന മഹിമ നാം എല്ലാവരും കേട്ടു വളർന്നവരാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ശിവരാത്രി കാലം, ഈ ശിവരാത്രി നാളിൽ എല്ലാ ദിവസവും ജാഗരണത്തിൻ്റെതാക്കി മാറ്റാൻ കഴിയുന്ന ദിവ്യമായ പുണ്യമായ ദിനമായി ഇന്നത്തെ ദിനം മാറട്ടെ എന്ന ശുഭാശംസകളോടെ ഓം ശാന്തി.